അവിടെ നിന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ പേര് ചോദ്യം വരുന്നു. തന്നെയാണ്. അപ്പം നമ്മുടെ മലയാള സിനിമ ഒരുപാട് എക്സ്പീരിയൻഷ്യൽ പഠനം ചെയ്തിട്ടുണ്ട്. ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് ഒരു എക്സ്പീരിയൻഷ്യൽ. ഇപ്പം ഒരുപാട് കോമഡി ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ത്രില്ലർ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അങ്ങനെ പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ചെയ്യാനുള്ള റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതുതായി ഒരു സ്റ്റോറി കൊടുക്കുമ്പോൾ ആണ് ഒരു യഥാർത്ഥ ജേർണലിസ്റ്റ് ആവുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തനമല്ല. അതുപോലെ തന്നെയാണ് സിനിമയിൽ വരുമ്പോഴും ഒരു ജേർണലിസ്റ്റിക് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ഈ പുതിയ കാലഘട്ടത്തിന്റെ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ ശാസ്ത്രീയ മുഖം ഒന്ന് കാണിക്കാൻ വിചാരിച്ചത്. പേടിയുണ്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോഴത്തെ ഒരു ട്രാക്ക് അനുസരിച്ച് കൊമേഴ്ഷ്യൽ പടങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അത് പേടിക്കേണ്ട വ്യക്തി പ്രൊഡ്യൂസറാണ്. എനിക്ക് ഇതേപോലെ കുറെ പ്രൊഡ്യൂസറെ കിട്ടണം, കുറെ പടം എടുക്കണം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തെ മുന്നിൽ വെച്ച് പറയാണ്, അദ്ദേഹത്തെ പോലെ ഒരു നിർമ്മാതാവിനെ കിട്ടാൻ പാടാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ഒരു ബഡ്ജറ്റിന്റെ പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തത്. പിന്നെ വേറൊരു കാര്യം, പേടിയുള്ളത് ഇത് 31 ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന കാര്യത്തിൽ പേടിയുണ്ട്. ഒരു എക്സാമിനേഷനെ ഇരുന്ന പോലെ എനിക്കുണ്ട്. ഇതിലൊരു എക്സ്പെരിമെന്റൽ സിനിമ എന്ന രീതിയിൽ അങ്ങനെ ഒരു ബുദ്ധിയടിച്ച് കാണരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് ഒരേ സമയം എക്സ്പെരിമെന്റൽ ആണ്, അതേസമയം തന്നെ എക്സ്പീരിയൻഷ്യലുമാണ്. ഇത് പരീക്ഷണാത്മക സിനിമയാണ്, അതേസമയം അനുഭവാത്മക സിനിമയും. അതിലെ ഈ അനുഭവാത്മകത അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വിസ്മരിച്ചു പോകരുത്. പരീക്ഷണാത്മകത ഒരു ഡിസെപ്റ്റീവായിട്ടുള്ള വാക്കാണ്. അത് ആളുകളെ വല്ലാതെ സിനിമയിൽ നിന്ന് അകറ്റിക്കളയും. അതുകൊണ്ട് അങ്ങനെ ഒരു മുദ്ര വീഴരുതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതിപ്പോ ഈ സിനിമ, ഞാൻ എന്റെ സിനിമയെ പറ്റി നല്ലത് പറയാൻ പാടില്ലാന്നുണ്ടല്ലോ. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളൊരു 1/2 മണിക്കൂർ ഫീൽ ചെയ്യും, ലാഗ് ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം, ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലെ പൂർണ്ണത ഇരിക്കുന്നതിൽ ഞാനും മൻസൂറും ശ്രീ ഗോപിനാഥ് മുരുകാടുമാണ് പൂർണ്ണമായിട്ട് ആ സിനിമ കാണാൻ പറ്റിയത്. അദ്ദേഹത്തോട് അതിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പൊ ടെക്നോളജിയുടെ കാലമാണല്ലോ. വളരെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫോണിൽ വരെ ഇപ്പം കിട്ടും. അപ്പൊ ടെക്നോളജി അത്ര അഡ്വാൻസ് ആകുമ്പോൾ ഇങ്ങനൊരു ചിത്രത്തിന് എയുടെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എടുത്ത് കാണിക്കുന്നത്? ഇതിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് മക്കൾക്ക് ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആധുനിക സാങ്കേതിക വിദ്യ അത്രമാത്രം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന സ്നേഹത്തിന്റെ ഒരു കഥ ഇതിനകത്തുണ്ട്. താരതമ്യം ചെയ്യുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുന്നതിന്റെ പേരിൽ മറ്റൊരു കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കഥയുണ്ട്. ഹൈപ്പർ ആക്റ്റീവായിട്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾ, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ ജനിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാത്ത മാതാപിതാക്കളുടെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിതിനകത്ത് കൂടുതൽ പ്രകീർത്തിക്കുന്നതും അതിനകത്ത് കൂടുതൽ എന്നെ സ്പർശിച്ചതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറം നമ്മൾ തമ്മിലുള്ള മാനുഷിക ബന്ധങ്ങളുടെ ഒരു വലിയ കഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മാതാപിതാക്കളും വന്ന് ഈ സിനിമ കാണണമെന്ന് പറയും, കുട്ടികൾ ഈ സിനിമ കാണണമെന്ന് പറയും. അതിനകത്ത് വലിയ മെസ്സേജ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഡയറക്ടേഴ്സാണ് ചോദിക്കാനുള്ളത്. ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് പറയുന്നത് പോലെ ഈ എഐക്കും ഇരുവശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഇരുവശങ്ങളെ കുറിച്ചും ഈ സിനിമയിൽ പറയുന്നുണ്ടോ? ശരിക്ക് അപർണ എന്നോട് ദേഷ്യം പിടിക്കും. ഞാൻ ഈ കഥ അപർണയോട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കോഫി കുടിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അപർണ ഒരു ചോദിച്ചു, ഇത് നല്ല ആണോ ഒരു മോശം? ഞാൻ പറഞ്ഞു നല്ല. അപ്പൊ കഥ പറഞ്ഞ അവസാനം എത്തിയപ്പോ പറഞ്ഞു, ലാസ്റ്റ് സീന് മോശത്തിലേക്കാണല്ലോ പോകുന്നത്. ഞാൻ പറയുന്ന മാറ്റം ഞാൻ സിനിമയിൽ മാറ്റിയിട്ടില്ല. കാരണം അന്ന് മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അപർണ അഭിനയിക്കത്തില്ല. സിനിമ കണ്ട മനസ്സിലാവും.
അപ്പൊ എല്ലാവർക്കും ധാരണ എ എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നുള്ളതാണ്. പക്ഷെ ഈ സിനിമയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറ്റമിക് എനർജി നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾ കാണുന്ന എല്ലാ മൊബൈലും ലാപ്ടോപ്പും ഐപാഡും അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് മോശം കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മോശം കാര്യം മാത്രം നമ്മൾ കാണുന്നതുകൊണ്ടാണ് എയെ കുറിച്ച് ഒരു വെറുതെ ഒരു തെറ്റിദ്ധാരണ വന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ പേടിക്കേണ്ട ഒരു കാര്യം, മീഡിയ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചോദിക്കുക, മനുഷ്യർ പോകും. ഇപ്പൊ ഏകദേശം ന്യൂസിന്റെ ആങ്കറായിട്ട് വന്നു, കണ്ടില്ലേ വന്നു. ഇനി സിനിമയിൽ അഭിനേതാക്കൾ വേണ്ടി വരില്ല, ഒരു ഫുള്ളായിട്ട് അഭിനയിക്കുന്ന ഒരു ഹോളിവുഡ് ഫിലിം വരാൻ പോകണം, കംപ്ലീറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സത്യമുണ്ട്. അപ്പൊ അതില് നല്ല വശമാണ് പറഞ്ഞത്. ഇതൊരു ചിത്രമാണല്ലോ, അപ്പം ഇതിന്റെ ഒരു സ്റ്റഡീസ്, കാരണം മലയാളത്തില് ആദ്യത്തെ ഒരു പരീക്ഷ ചിത്രമാണ്, അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ സ്റ്റഡീസ് ഉണ്ടാവണം. ഇതിന് നെഗറ്റീവ് വരാൻ ചാൻസസ് ഉണ്ടോ കാരണം ഒരു പടം ഇറങ്ങുന്ന സമയത്ത് പോലും നമ്മള് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ലോജിക്കലി ആണോ, ഇവിടെ പോസിബിൾ ആണോ, ടെക്നിക്കലി വരെ ചിന്തിച്ചിട്ടാണ് ആളുകൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്റ്റഡി ചെയ്യുന്നു? തീർച്ചയായും ഒരു സാധാരണ സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ പ്രയാസമില്ല. ഏകദേശം രണ്ടര വർഷമല്ലേ നമ്മള് സ്റ്റഡീസിൽ മൻസൂറിന്റെ മകൻ ഒരു മനാസ് എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. അദ്ദേഹം നമ്മളെ ഇത്തരം ഇതിന്റെ ഒരു രസം എന്ന് വെച്ചാൽ ഈ ഡിസ്കഷൻ ഒരിക്കലും എന്റെ പ്രായത്തിലെ ആൾക്കാരായിട്ട് നടത്തിയിട്ടില്ല, എല്ലാ കുട്ടികളായിട്ടാണ്. അതായത് ന്യൂജൻ കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ തരുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. ഞാൻ അപർണയോട് പറഞ്ഞിരുന്നു എയെ കുറിച്ച് പഠിക്കണം, കാരണം എയുടെ മൂവ്മെന്റ് ഒരു വേറെ തരത്തിലുള്ള മൂവ്മെന്റാണ്. ആ മൂവ്മെന്റ് പഠിക്കണം എന്ന് പറഞ്ഞ് അപർണയെ കൊണ്ട് ഞാൻ ഒരുപാട് എയുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപർണ ഹായ്. നമസ്കാരം. മലയാള സിനിമയിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ വെൽക്കം ചെയ്യുന്നുണ്ടല്ലോ എല്ലാരും. താങ്ക് യു. അപ്പൊ വൈകി പോയെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ വൈകി പോയെന്ന് തോന്നുന്നുണ്ടോ? വഴി പോയെന്നോ? വൈകി പോയത്, ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ലേറ്റ് ആയിട്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ കൃത്യസമയത്തല്ല യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തരുന്നത്. അപ്പൊ കറക്റ്റ് സമയത്താണ് എന്നെ അപ്രോച്ച് ചെയ്തതും ഈ മൂവി ഇറങ്ങുന്നതും നമ്മുടെ ഈ ഒരു കാലത്തില് പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മളാണ് വഴി മാറി പോകുന്നത്. നമ്മളിപ്പോ മൊബൈൽ നോക്കി അങ്ങനെ സമയം വേസ്റ്റ് ആക്കി ഞാൻ തന്നെ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി എത്ര മണിക്കൂറാ പോകുന്നതെന്ന് അറിയാമോ മൊബൈൽ നോക്കി. അപ്പൊ ഈ പാഠം ഞാനാണ് കാണേണ്ടത്. സോ അങ്ങനെ ഒരു വലിയ പാഠം നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്. അവരുടെ ഒരു രസകരമായ സംഭവം പറയുന്നു. ഞാൻ ഈ കഥ പറഞ്ഞു അപർണ ആദ്യം പറഞ്ഞ വാക്ക് അടിപൊളിയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മളാരും തന്നെ മറന്നുകൊണ്ടിരിക്കും വണ്ടർഫുൾ ഓന്നൽ പറയാം. അപർണ ഒന്ന് പറഞ്ഞു അടിപൊളി. അപ്പൊ ഞാൻ വീണു, കാരണം ഇനി മലയാളം പറയാൻ വേറെ വാക്കുകളില്ല, അത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയാം. പിന്നെ നമ്മള് അപർണയോട് ഫോൺ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പരമാവധി ഇംഗ്ലീഷ് പറയാൻ നോക്കും, അറിയില്ലെങ്കിലും അപർണ മലയാളം മാത്രമേ പറയൂ. അതാണ് റോവർമ്മ സാറിനെ പോലത്തെ ആളുകൾക്ക് ഇത്തരം അമേരിക്കയിൽ നിന്ന് വന്ന മലയാളം പഠിച്ച ആളുകളായിരിക്കും അടുത്ത കവിതയൊക്കെ വായിച്ചിട്ട് കവിതയൊക്കെ രചിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു. AI കവിത എഴുതുന്നുണ്ട്. ഇപ്പോ ആ കവിത ചിലപ്പോ വർമ്മ സാറിനേക്കാളും മുകളിൽ പോയാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യം, ഈ ഒരു AI ക്യാരക്ടർ മോനിക്ക അത് വേണമെങ്കിൽ AI തന്നെ ആ ക്യാരക്ടർ AI തന്നെ ചെയ്യാമായിരുന്നു, പക്ഷെ എന്നെ സെലക്ട് ചെയ്ത്. സോ അതിനൊരു ബിഗ് താങ്ക് യു. ഇങ്ങനെ ഒരു ഫുൾ മൂവി വരാൻ പോകുന്ന ഹോളിവുഡില് ഫുൾ AI ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്നെയും അങ്ങനെ ചെയ്യാമായിരുന്നു, ബട്ട് യു ചോസ് നോട്ട് ടു. സോ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി കൂടിയാണ് ഇത്. ഞാൻ ഈ AI ഒരു 100 കണക്കിന് AI സോഫിയാണ് ലോകത്തിലെ ആദ്യത്തെ AI. അത് സൗദി ഗവൺമെന്റ് അതിന് സിറ്റിസൺഷിപ്പ് വരെ കൊടുത്തു ആ AI-ക്ക്. അതെ, അത് ഈ പടം എടുക്കുന്നതും സൗദിക്കാരനാണ്. അപ്പൊ സൗദി ഗവൺമെന്റ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു AI-ക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു, പൗരത്വം. അപ്പൊ അതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പല ആംഗിൾസ് എടുത്ത് നോക്കുമ്പോൾ അപർണയുടെ ഫേസിൽ ഒരു AI-യുടെ ലുക്ക് ഉണ്ട്. AI സാധാരണ നിങ്ങൾ നാളെ വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് വേണമെങ്കിൽ AI-യുടെ ഏതെങ്കിലും ഫിഗർ എടുത്ത് നോക്കിയാൽ അപർണയുടെ ഫേസ് ആയിരിക്കും. ചിലപ്പം അപർണ നാളെ ഒരു AI മാറിയേക്കാം. യെസ്, goodbye everybody, have a good night.
അതുകൊണ്ടുകൂടിയാണോ ചൂസ് ചെയ്യാൻ കാരണം മലയാളത്തിൽ കാരണം ഒരു ഫോറിൻ ലുക്ക് ഉള്ളതുകൊണ്ടാണോ ഈ ക്യാരക്ടറായിട്ട് മാച്ചിങ് തോന്നിയത് അവരുടെ? അതെ അതെ അത് എനിക്ക് തോന്നിയ ഒരു വികാരം. പിന്നെ എനിക്ക് അത് ഒരു ഇംഗ്ലീഷ് ഒരു അമേരിക്കക്കാരി നമുക്ക് കിട്ടുമായിരുന്നു. കാരണം ആരോ പറഞ്ഞു നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്ന കുറെ അമേരിക്ക യൂറോപ്പിൽ നിന്ന് വന്ന കുറെ വിദേശികളുണ്ട്, അവരെടുക്കാം. പക്ഷേ ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് വളരെ കാലം പോയിക്കൊണ്ടിരുന്നു. അവരുടെ പെർഫോമൻസ്, മലയാള ഉച്ചാരണം, അങ്ങനെ ഒരു പ്രതിഭ ഇന്ന് കേരളത്തിലില്ല. മറ്റൊരു പിന്നെ അവരുടെ മുഖത്തോക്കി പറയുന്നതിൽ ശരിക്കണം വളരെ കോപ്പറേറ്റീവ്. അതായത് നമ്മൾ അതായത് അവർക്ക് പിന്നെ ഇത് ഒരു പടം ഇതല്ല, അവരുടെ ജീവിതത്തിൽ ഒരു ദൗത്യം പോലെ ഡെഡിക്കേറ്റഡ് ആണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും അഭിനയിക്കാൻ റെഡിയായി വന്നു എന്നത് ഞാൻ അവർക്കൊരു അപ്ലോസ് കൊടുക്കും. ഒരു കാലത്ത് ലോകത്തുള്ള എല്ലാവരെയും മാജിക് കൊണ്ട് എന്താണ് അതിശയിപ്പിച്ച് എന്നും ഓർക്കുന്ന ഒരുപാട് മൊമെന്റുകൾ ക്രിയേറ്റ് ചെയ്ത ആളാണ്. പെട്ടെന്നൊരു സമയത്ത് വന്നിട്ട് ഇനിയില്ല, എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ഞാന് 7 വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങിയതാണ്. 45 വർഷം കംപ്ലീറ്റ് പ്രൊഫഷണൽ മാജിക്കിന്റെ മാജിക് 10ാമത്തെ വയസ്സിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. 45 വർഷം മാജിക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് മാറുന്ന ഒരു ഘട്ടം വന്നു, മാറി. അത് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. എൻ്റെ ബ്ലഡിൽ ഇങ്ങനെ അരിഞ്ഞു കിടക്കുന്നൊരു സംഭവമല്ലേ, അതങ്ങനെയുണ്ട്, അതവിടെ കിടക്കും. ഇനി സിനിമയിലാണോ ജാലവിദ്യ കാണിക്കാൻ പോകുന്നത്? അല്ല, ഒരു ഓഫർ ഡോക്ടർ മുനീർ എന്ന് പറഞ്ഞു ഒരു സിനിമയിൽ ചോദിച്ചില്ലേ, എന്നോട് പറഞ്ഞു ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ആകാരഭംഗിയും ഉച്ചാരണ ഇതിനും ഭാവം മാറാനൊക്കെ കഴിവുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വിചാരിച്ചാൽ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. കുറച്ച് ഏജും 40 വയസ്സാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം മെഗാ സ്റ്റാർ ആവും. അതായത് അതന്നെ എല്ലാരും പറയുന്നു ശ്രീപദ് ഭയങ്കര വിഷയമാണ്, സെറ്റിലൊക്കെ ഭയങ്കര വിഷയമാണ്, ശ്രീപദിന്റെ ഒരു AI ആണ്. ശരിയാണോ? അതെന്നോട് വെച്ചിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ തോന്നണോ? മറ്റുള്ളവരൊക്കെ പറയുമ്പോ അങ്ങനെയാണ് പറയുന്നത്, ഞാനത് വിശ്വസിക്കുന്നില്ല. ഏതിനേക്കാളും ഞാനൊരു ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടിയാണെന്നാണ് എന്നോട് എല്ലാവരും പറയുന്നത്. ശരിക്കും ഹൈപ്പർ ആക്റ്റീവ് ആണോ? ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടിയായിട്ട് തോന്നുന്നത് എനിക്കാണ്. എന്താ കാരണം എന്ന് വെച്ചാല് ക്യാമറ ഓൺ ചെയ്തതിന് മുൻപ് അവിടെ ഇരിക്കുന്ന എല്ലാരും മുടിപ്പിച്ച് തല്ലുക, പിന്നെ അങ്ങനെയുള്ള എല്ലാ കുസൃതികൾ നോട്ടി പോയായിട്ട് ഒരാള് പെട്ടെന്ന് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു കഥാപാത്രമായിട്ട് മാറും. അതുപോലെ പിന്നെ ഇവിടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് നമ്മുടെ ഷൈജുവിനെ ആക്രമിക്കാത്ത ദിവസമില്ല. ഷൈജുവിനെ തല്ലുക, കുത്തുക, അങ്ങനെ ഒരു കളിയായിരുന്നു അല്ലേ ഷൈജു? ശരിക്ക് ഈ ഇതിലെ കഥാനായകൻ എന്ന് പറയുന്ന ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ആ ഹൈപ്പർ ആക്റ്റീവായ കുട്ടിയെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. AI-യുടെ എല്ലാം ലുക്കുള്ള ഒരു അമേരിക്കൻ വംശജയെ കിട്ടിയത് മറ്റൊരു കാര്യം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ. ഇതെല്ലാം പുറമെ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വളരെ കാലം ഇങ്ങനെ മലയാളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ഭാഷകളിൽ തന്നെ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു മാന്ത്രികൻ, മാത്രമല്ല മോട്ടിവേറ്റർ എന്നുള്ള സമൂഹത്തിനിടയിൽ വലിയ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വം. ഇവരൊക്കെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ എക്സ്പെർട്ട് അല്ലെ, കിങ് ആണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, മുതുകാടിനും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സിനിമ ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്, പൊതുവെ. അപ്പൊ അതിലൂടെയാണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ പുതിയ സാങ്കേതികത്തിലേക്ക് നേരത്തെ പ്രഭാകരൻ സാർ പറഞ്ഞ പോലെ ഇതൊരു പരീക്ഷണ ചിത്രമല്ല, ഇത് മലയാള സിനിമയിലെ ഒരു വഴി തുറക്കുന്ന സിനിമ എന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രഭാകരൻ സാറിനോടാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇന്നും ഹൃദയത്തിൽ ആഴ്ന്നിരിക്കുന്ന സോങ്ങാണ് ഒരു ചെമ്പനീർ പൂവെടുത്ത് ഞാനോ എന്നുള്ള സോങ്.
ആ ഒരൊറ്റ ഗാനം മാത്രം മതി എന്താ പറയാ സിനിമയിൽ തന്നെ കയ്യൊപ്പിച്ചാർന്നല്ല. അതന്നെ വളരെ മഹാനായ കവിയാണ്, അത് പറയേണ്ട കാര്യമില്ല. ഞാൻ വരുന്നത് ഈ സിനിമയിലേക്ക് തന്നെയാണ്. ഈ സിനിമയിലെ ഇതിലെ പാട്ടുകൾക്ക് കാവ്യാത്മകമായ ഗാനങ്ങളാണോ, എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ അഡ്രസ് ചെയ്യേണ്ടി വന്നത് ഈ സിനിമയിലെ ഇതിവൃത്തവുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാവാത്മകതയാണ്, അല്ലാതെ യാന്ത്രികതയല്ല. യാന്ത്രികതയെ അഡ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. സത്യത്തിൽ ക്രിയേറ്റിവിറ്റി യാന്ത്രികതയോട് പ്രതികരിക്കില്ല. പക്ഷേ ഈ വിധത്തിലുള്ള ഒരു ഭാവാത്മകമായ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗാനരചനകളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നൊരു വലിയ വെല്ലുവിളി. അപ്പോൾ മനസ്സിൻ്റെ സങ്കീർണമായ ചില ഭാവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാബറിന്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ലാബറിന്ത് അകത്തൂടെ കടന്നു ചെന്ന് മനസ്സിൻ്റെ തന്നെ സൂക്ഷ്മ ഭാവങ്ങൾ കണ്ടെത്തി ഈ പാട്ടിൽ അവതരിപ്പിക്കുക, അതായിരുന്നു പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത്. ആ മനസ്സ് അനലൈസ് ചെയ്യൽ, അത് ഒട്ടൊക്കെ ആ പാട്ടിൽ വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു യാന്ത്രികതയിലേക്കാണ് മനസ്സ് പോവുക. അപ്പോൾ ആ യാന്ത്രികത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല, ഈ ഭാവാത്മകത മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട്, ഈ ഈ സിനിമയെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യരുത്. ഇത് എക്സ്പെരിമെൻ്റൽ ആയിരിക്കെ തന്നെ ഒരു എക്സ്പീരിയൻഷ്യൽ സിനിമയാണ്, പരീക്ഷണാത്മക സിനിമയാണ്. പക്ഷെ അതിനപ്പുറത്ത് അനുഭവാത്മക സിനിമയാണ്. ഈ അനുഭവാത്മകത ചോർന്നു പോയി കഴിഞ്ഞാൽ സിനിമയുടെ സ്വീകാര്യത തന്നെ വല്ലാതെ പിന്നോട്ടടി നേരിടും. അതുകൊണ്ട് അതുണ്ടാകരുത്. പേരിൽ പരീക്ഷണാത്മകതയായിട്ട് നിൽക്കട്ടെ, ആ സിനിമയുടെ ഇതിവൃത്തം അനുഭവാത്മകതയുടേതാണ്. വളരെ തീവ്രമായിട്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സിൻ്റെതാണ്, മനുഷ്യബന്ധങ്ങളുടേതാണ്. കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വല്ലാത്ത വൈഷമ്യങ്ങളുടേതാണ്. ആ വൈഷമ്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നതാണ്. ആ നിലയ്ക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്കാണെങ്കിലും ആ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനമ്മമാർക്കാണെങ്കിലും ഒരിക്കലും മിസ്സാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സിനിമയാണ്. ആ നിലയ്ക്കാവണം ഈ സിനിമയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തേണ്ടത്. സാർ, ഇതിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് സാർ ഇതിലെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. മ്യൂസിക് ചെയ്തതിന് ശേഷം ലിറിക്ക് ചെയ്യാം. ഇതിലെങ്ങനെയാണ് മ്യൂസിക്കിന് അനുസരിച്ച് ലിറിക്ക് ചെയ്തിരിക്കുകയാണോ? ഈ സിനിമയുടെ കാര്യത്തിൽ ആദ്യം മ്യൂസിക് ഉണ്ടാക്കുകയായിരുന്നു. ആ മ്യൂസിക് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ലിറിക്സ് എഴുതുകയായിരുന്നു. അത് സത്യത്തിൽ ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയൊന്നുമല്ല. ഇപ്പം ഞാൻ സംസ്കൃത വൃത്തങ്ങളിൽ കവിത എഴുതാറുണ്ട്, അനുഷ്ഠത്തിൽ എഴുതാറുണ്ട്, സംഘടനയിൽ എഴുതാറുണ്ട്, ശാർദൂല വിഗ്രഹത്തിൽ എഴുതാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയ സത്യത്തിൽ ഇതൊക്കെ ഒരു മ്യൂസിക് അല്ലേ? ശരിക്കും സംഘടനയിൽ ഇത്ര അക്ഷരമാണ്, 21 അക്ഷരം വേണം. അത് അനുഷ്ഠത്തിലാണെങ്കിൽ 8 അക്ഷരം വീതമുള്ള 4 വരികൾ വേണം. ഇതൊക്കെയുണ്ട്. അതൊരു സെറ്റ് മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതുകയാണ് ശരിക്കും കവി വൃത്തനിബദ്ധമായിട്ട്, ശബ്ദോബദ്ധമായിട്ട് കവിത എഴുതുന്ന ഏത് കവിയും ചെയ്യുന്നത്. അങ്ങനെ എഴുതാനുള്ള ഒരു പദസ്വാധീനം, ഒരു കാവ്യാനുശീലനം, ആ പശ്ചാത്തലം ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം സംഗീതം രൂപപ്പെടുത്തിയിട്ട് ആ സംഗീതത്തിൻ്റെ ഇരട്ട വരയ്ക്ക് ഇടയിലൂടെ ഈ വരികൾ എഴുതി പോവുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയൊന്നുമല്ല. അത് പറയുമ്പോൾ തന്നെ എനിക്ക് മറുവശം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ദേവരാജ മാഷെ പോലെ, ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ, ബാബുരാജിനെ പോലെയൊക്കെയുള്ള സംഗീത സംവിധായകരുണ്ടായിരുന്നു. അവർക്ക് ഈ വരികൾ കിട്ടിയാൽ രണ്ടാമത്തെ വായനയിൽ സംഗീതത്തിൻ്റെതായ ഒരു ഒഴുക്ക് മനസ്സിൽ വരുമായിരുന്നു. അത് സത്യത്തിൽ പുതിയ സംഗീത സംവിധായകർ ആ ഒരു സംസ്കാരം ആർജിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് സാധിക്കാതെ പോകുന്നു പൊതുവെ നമ്മുടെ പുതിയ തലമുറയിലെ സംഗീത സംവിധായകരിൽ ചിലർക്കെങ്കിലും എന്നുള്ളത് എനിക്കൊരു പരാതി പോലെ പറയണമെന്ന് തോന്നുന്നത്. ഈ വരികൾക്കുള്ളിൽ ഇൻഹറൻ്റായിട്ട് ഒരു മ്യൂസിക് ഉണ്ട്, ഒരു ആന്തര താളം, അതിൻ്റെ ഒരു ലയാത്മകതയുണ്ട്, സംഗീതാത്മകതയുണ്ട്. ആ ലയാത്മകതയെ തൊട്ടെടുക്കാൻ കഴിയുകയാണ്. സംഗീത സംവിധാനം 2 രീതിയിൽ ചെയ്യാം. അതായത് ഒരു 2 വരി നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വരിക്കുള്ളിലുള്ള ഈ അന്തർനിഹിതമായിട്ടുള്ള ആ സംഗീതത്തെ തൊട്ടെടുത്തൊന്ന് പൊലിപ്പിച്ചെടുത്താൽ മതി. അതല്ലാതെ അതിനെ അങ്ങ് അൺഡു ചെയ്തിട്ട് മറ്റൊന്നാക്കാനും പറ്റും. ഇപ്പോൾ അയ്യപ്പ ഹരേ അയ്യപ്പ വാഹിവ എന്നൊക്കെ ഉള്ളൊരു ട്രഡീഷണൽ കീർത്തനത്തിൻ്റെ മട്ടിൽ എഴുതപ്പെട്ട പാട്ടുകളുണ്ട്. ശരിക്കും ആരെയും ശരിക്കും അതങ്ങനെ എഴുതിയിരിക്കുന്നത് അയ്യപ്പ ഹരേ അയ്യപ്പ വാഹിമ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ബോംബെ രവിയെ പോലുള്ള സംഗീത സംവിധായകരെ ആ വരികൾ കിട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ആ ട്രഡീഷണൽ താളത്തെ അങ്ങ് അൺഡു ചെയ്തിട്ട് ആരെയും ഭാവഗായകനാക്കുന്ന മറ്റൊരു വിധത്തിലാക്കി. അങ്ങനെ മറ്റൊരു വിധത്തിലാക്കി എടുക്കണമെങ്കിൽ
അതിന് ഒരു ജീനിയസ് വേണം, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീനിയസ്. ആ ജീനിയസ് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് വലിയ തോതിൽ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് പുതിയ തലമുറ സംഗീത സംവിധായകർ പരിശോധിച്ച് നോക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. സിനിയോടാണ്. സിനിയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അഭിനയം മുഹൂർത്തങ്ങളും കണ്ടിട്ടുണ്ട്. അതിൽ ഈ സിനിമയിൽ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ ഇന്റലിജന്റ് ആയിട്ടാണോ അഭിനയിച്ചിരിക്കുന്നത്? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല എന്തായാലും ചെയ്തിരിക്കുന്നത്. ഇന്റലിജന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ക്യാരക്ടറുമായിട്ട് ഡിഫറെൻ്റ് ആണ് ക്യാരക്ടർ, ഇതിലെ ക്യാരക്ടർ. സോ കുറച്ച് ഇന്റലിജൻസ് നമ്മുടേതും ബാക്കി നമ്മുടെ ഡയറക്ടർ സാറിൻ്റെതും കൂടെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ടോട്ടലി ഞാൻ ഇതുവരെ ചെയ്തത് വെച്ചിട്ട് കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയാണ്, ബട്ട് ഇച്ചിരി നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഇതിനകത്തെ ഡിഫറൻസ്. അപ്പം എന്തായാലും സിനിമ 31-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ട്, അതാണ് ഈ സിനിമയുടെ വിജയം. അതായിരിക്കും, അതുകൊണ്ട് അതുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള നല്ല സിനിമകൾ കേരളത്തിൽ ഇനിയും ഉണ്ടാവട്ടെ. നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രോത്സാഹനം, നിങ്ങൾ ഇവിടെയൊക്കെ വന്നു നമ്മോട് ഇങ്ങനെയൊക്കെ സംവദിച്ചു എന്നത് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു മോണിക്ക, ഒരു സ്റ്റോറിയുടെ സംവിധായകർ ഉൾപ്പെടെ ഈ സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും നന്ദിയുണ്ട്. തീർച്ചയായും ഇത് ഒരു വലിയ ഒരു വാക്കിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇപ്പോൾ തുടർന്ന് ഈ പടം ജയിപ്പിക്കാൻ വേണ്ടിയുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. താങ്ക് യു സാർ. ഒറ്റ ചോദ്യങ്ങൾ പ്രൊഡ്യൂസർ സാർ. സാർ, ഒരു കൊമേഴ്ഷ്യൽ വിജയത്തിന് വേണ്ടി ഈ സിനിമയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് സാറിന്റെ ഭാഗത്ത്? ഈ ഒരു സിനിമ നിർമ്മിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും കോൺട്രിബ്യൂഷൻ. അതിനപ്പുറത്ത് മറ്റ് ചേർന്ന ഘടകങ്ങളെല്ലാം തന്നെ. ഞാനൊരു നല്ല സിനിമ, ഒരു മൂവി ലവറാണെന്ന് പറയും. ചെറുപ്പകാലം മുതലേ സിനിമ കാണുന്ന ആളാണ്. അപ്പൊ ആ സിനിമയിൽ ഇങ്ങനെയൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു, അതിൽ അഭിനയിക്കാൻ സാധിച്ചു, തിരക്കഥയില് സംവിധായകനോടൊപ്പം ചേർന്ന് എഴുതാൻ പറ്റി, ഇതിൽ അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇതിലെ റെഡ് മാസ്റ്ററുടെ റോൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചു ഇതിന്റെ ഡയറക്ടർ. അങ്ങനെ അതിനും സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു സംതൃപ്തിയുടെ നിർവൃതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സാധാരണ ബിസിനസ് സാധ്യതകൾക്ക് വേണ്ടി സിനിമ എടുക്കുന്നവരുണ്ട്, അത് അല്ലാതെയും എടുക്കുന്നവരുണ്ട്. ഇതിൽ ഏത് തരത്തിലാണ് സാർ ഈ സിനിമ ഞാൻ വ്യക്തമാക്കുന്നത്? ഒരു കലാസ്വാദകൻ എന്നുള്ള രീതിയിൽ അതെന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇത് ആദ്യം എടുക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇത് എന്നെ പോലെ കേരളത്തിൽ നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമയെ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളെ DOP നിങ്ങൾ കണ്ടല്ലോ, നല്ല ക്യാമറമാൻ സജീഷ് ഇവിടെ. പിന്നെ നമ്മുടെ ഈ എഡിറ്റിംഗ് കളർ ചെയ്ത ഹരി, അങ്ങനെ പിന്നെ മ്യൂസിക് ഡയറക്ടർ യുനസ്വിയോ ഗംഭീരമായിട്ടുള്ള പാട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അറിയാം, റോണി റാഫേൽ എന്ന് പറയുന്നത് ക്ലാസിക്കൽ വെസ്റ്റേൺ ക്ലാസിക്കലാണ്. അപ്പം അങ്ങനെ കുറെ പ്രതിഭകൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അലക്സ എന്ന് പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. 5.1 ആണ് എന്റെ എഡിറ്റിംഗ്. അപ്പൊ എല്ലാം സാങ്കേതികപരമായി. പിന്നെ VFX, വിജീഷിന്റെ VFX എന്ന് പറയുന്ന ഗ്രാഫിക്സ് ഇതിൽ ഗംഭീരമായിട്ട് ഉപയോഗിക്കേണ്ടവരുണ്ട്. അങ്ങനെ കുറെ പ്രതിഭകൾ എല്ലാവരും കൂടി ചേർന്ന സംഭവമാണ് ഇത്. ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സഹായം നൽകാൻ, പരമാവധി സിനിമ എല്ലാവരും കാണണം എന്ന രീതിയിൽ ഒരു സന്ദേശം കൊടുത്താൽ ഇത്തരം പടങ്ങൾ ഇനി ഭാവി കുറെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.